നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. സ്നേഹത്തിന്റെയും കൂടിച്ചേരലുകളുടെയും ആഘോഷമായി ചെറിയ പെരുന്നാൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പട്ടിക കൂടി വന്നതോടെ മത്സര ചിത്രം തെളിഞ്ഞു. മുന്നണികൾ പൂർണ്ണമായും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക്. പത്രികാ സമർപ്പണം തിങ്കളാഴ്ച സമാപിക്കും. പുനലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് സീറ്റില്ല. പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം നെൽസൺ സെബാസ്റ്റ്യനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. നൌഷാദ് യൂനുസ് കുഞ്ഞിനെ ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 28 മുതൽ 30 വരെ മലപ്പുറം തിരൂരിൽ. 27-ന് പതാക കൊടിമര ജാഥകൾ, 28-ന് സാംസ്കാരിക ഘോഷയാത്ര, 29, 30 തീയതികളിൽ പൊതുസമ്മേളനം. വിശദമായ വാർത്തകളിലേക്ക്. വ്രതശുദ്ധിയുടെ പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം നടന്നു. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിൽ ഉൾപ്പെടെ ഈദ് നമസ്കാരം നടത്തി. പള്ളികളിലും ഈദ്ഗാഹുകളിലും നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ ആയിരങ്ങൾ പങ്കുചേർന്നു. സ്നേഹത്തിന്റെ കൂടിച്ചേരലുകളുടെയും ആഘോഷം കൂടിയാണ് ചെറിയ പെരുന്നാൾ. നന്മകളാൽ സ്ഫുടം ചെയ്ത ആത്മീയ ഊർജവുമായാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചത്. ക്ഷമ, സഹനം, കാരുണ്യം തുടങ്ങിയ മൂല്യങ്ങളുടെ കൂടിച്ചേരൽ കൂടിയായ വ്രതാനുഷ്ഠാന ദിനങ്ങൾ പിന്നിട്ടാണ് വിശ്വാസികൾ ചെറിയ പെരുന്നാളിന്റെ ആഘോഷങ്ങളിലേക്ക് കടന്നത്. ഇല്ലാത്തവന്റെ വിശപ്പറിയുന്നത് മാത്രമല്ല, വാക്കിലും പ്രവൃത്തിയിലും തെറ്റുകൾ വരാതിരിക്കാനുള്ള ജാഗ്രത കൂടിയായിരുന്നു കഴിഞ്ഞുപോയ 29 ദിനരാത്രങ്ങൾ. സക്കാത്ത് നൽകി സമ്പത്ത് വിപുലീകരിച്ചു. ഇഫ്താർ സംഗമത്തിലൂടെ സൗഹൃദം ഊട്ടിയുറപ്പിച്ചു. കൈകളിൽ മൈലാഞ്ചി ചോപ്പണിഞ്ഞും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും സുഹൃത്തുക്കളെയും ബന്ധുക്കളെയും സന്ദർശിച്ചും വിശ്വാസികൾ പെരുന്നാൾ ദിനം സമ്പന്നമാക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ട് ശവ്വാൽ അമ്പിളി മാനത്ത് തെളിഞ്ഞതോടെ വിശ്വാസികൾ ചെറിയ പെരുന്നാളിന് ഒരുക്കം ആരംഭിച്ചിരുന്നു. ശാസ്താംകോട്ട പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്തിൽ ചീഫ് ഇമാം സയ്യിദ് ഫളൽ ജിഫ്രി തങ്ങൾ നിസ്കാരത്തിന് നേതൃത്വം നൽകി. പുണ്യമാസത്തിൽ നേടിയെടുത്ത നന്മകളൊന്നും നിലച്ചു പോകരുതെന്നും നമ്മൾ ആർജിച്ച ആത്മീയ ഊർജം കരുത്താകണമെന്നും സമഭാവനയോടെ രാജ്യത്തിന്റെ മതേതര മൂല്യം ഊട്ടിയുറപ്പിച്ചും ഐക്യപ്പെടലിന്റെ സന്ദേശം ഉൾക്കൊണ്ടും പുണ്യനാളുകളെ യാത്രയാക്കാമെന്ന ചീഫ് ഇമാം സന്ദേശത്തിൽ പറഞ്ഞു. സംഘം എന്ന അർത്ഥമുള്ള ഖാഫില എന്ന അറബിയിൽ പ്രയോഗിക്കുന്നു. എന്നതുപോലെ ഔദ് എന്നതിൽ നിന്ന് ഈദ് ഈദ് എന്ന് ആശംസിക്കുമ്പോൾ ഇനിയും നമ്മിലേക്ക് ഈ സുന്ദര സുദിനം മടങ്ങി വരികയും അതിൽ പങ്കെടുക്കാനും ഇതുപോലെ സന്തോഷം നമുക്ക് വീണ്ടും വീണ്ടും പങ്കുകൊള്ളാനും അല്ലാഹു അവസരം തരട്ടെ എന്ന ഒരു ആശംസാ പ്രാർത്ഥനാവചനം കൂടിയാണ്. എല്ലാവർക്കും ഈദ് മുബാറക് ആശംസിക്കുകയാണ്. പെരുന്നാൾ എന്നത് നമുക്ക് അല്ലാഹു തആല ആഘോഷിക്കാൻ തന്നതാണെങ്കിലും യഥാർത്ഥത്തിൽ ഈ ചെറിയ പെരുന്നാൾ ആഘോഷം, സന്തോഷം, അതിന്റെ ആഹ്ലാദമെല്ലാം ആർക്കുള്ളതാണ്? ഒരു മാസം അല്ലാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി ജീവിച്ച് അല്ലാഹു കൽപ്പിച്ചതനുസരിച്ച് വ്രതാനുഷ്ഠാനം അടക്കമുള്ള ത്യാഗങ്ങൾ അനുഷ്ഠിച്ച് ഒരു മാസം അവന്റെ ശരീരത്തെ വളരെയധികം കണിശമായി പരിശീലിപ്പിച്ച് വിജയം കൈവരിച്ചവർക്ക് മാത്രമാണ് ഈ പെരുന്നാൾ ആഘോഷിക്കാൻ അവസരം ഉള്ളൂ. പള്ളിശ്ശേരിക്കൽ മുസ്ലിം ജമാഅത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് കുറ്റിയിൽ ഷാനവാസ് ഈദ് സന്ദേശം നൽകി. എം ഷാജഹാൻ, KE ഷാജഹാൻ, സലീം വെള്ളാവിൽ, അബ്ദുൽ സത്താർ, ഷാജഹാൻ പുലയന്റെ, റഹീം മുനീർ മൻസിൽ എന്നിവർ പങ്കെടുത്തു. ഇപ്പോൾ നിൽക്കുന്ന നമ്മുടെ ചീഫ് ഇമാം തങ്ങൾ അവർ ഇന്ന് പെരുന്നാൾ നിസ്കാരവും അതിനുശേഷമുള്ള ജുമാ നിസ്കാരത്തോടുകൂടി ഇവിടെ നിന്ന് പോകുകയാണ് എന്നുള്ള വിവരം എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഒന്നുകൂടി ഔദ്യോഗികമായി അറിയിക്കുകയാണ്. തങ്ങളെ സംബന്ധിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കാലയളവ് കംപ്ലീറ്റ് വളരെ ആത്മാർത്ഥമായും മഹലിന്റെ നന്മയ്ക്ക് വേണ്ടിയും മഹലിൽ ഒരു ദീനീ ചൈതന്യം നിലനിർത്തുന്ന പ്രവർത്തനങ്ങളാണ് തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. വളരെ നല്ല
ഉപദേശങ്ങൾ, നീതിപരമായ ഉപദേശങ്ങൾ നമുക്ക് മഹല്ലിനും കമ്മിറ്റിക്കും തന്ന തങ്ങൾക്ക് നമ്മുടെ ഈ പെരുന്നാൾ നമസ്കാരവും അതിനുശേഷമുള്ള കുത്തുബയും കഴിഞ്ഞ് തങ്ങളെ നമ്മുടെ മഹല്ലിന് വേണ്ടി ഒരു ആദരവ് കൊടുക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പെരുന്നാളിന് പത്തിരി കിട്ടിയില്ല. കായംകുളത്ത് കടയിൽ നാടകീയ രംഗങ്ങൾ. നിർമ്മാണ യൂണിറ്റിലെ പാചകവാതകം തീർന്നുപോയതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്നാണ് ഉടമകൾ നൽകുന്ന വിശദീകരണം. മുൻകൂട്ടി ഓർഡർ സ്വീകരിക്കുകയും അഡ്വാൻസ് വാങ്ങുകയും ചെയ്തിട്ടും കൃത്യമായി പത്തിരി നൽകാൻ കഴിയാതിരുന്നതാണ് തർക്കത്തിനും ബഹളത്തിനും കാരണമായത്. കായംകുളം മുക്കവലിയിലുള്ള റോയൽ പത്തിരി നിർമ്മാണ യൂണിറ്റിലാണ് ഉപഭോക്താക്കൾ പ്രതിഷേധവുമായി എത്തിയത്. പെരുന്നാളിനോടനുബന്ധിച്ച് മുൻകൂട്ടി ഓർഡർ ചെയ്ത പത്തിരികൾ കൃത്യസമയത്ത് ലഭിക്കാത്തതാണ് വലിയ ഉന്തിനും തള്ളിനും തർക്കത്തിനും കാരണമായത്. നിർമ്മാണ യൂണിറ്റിലെ പാചകവാതകം തീർന്നുപോയതാണ് പ്രതിസന്ധിക്ക് കാരണമായതെന്ന് ഉടമകൾ പറയുന്നു. ഇതോടെ നൂറുകണക്കിന് ആളുകൾ ബുക്ക് ചെയ്ത പത്തിരികൾ കൃത്യസമയത്ത് നൽകാൻ യൂണിറ്റിന് സാധിച്ചില്ല. ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും പത്തിരി വാങ്ങാനെത്തിയവർ മണിക്കൂറുകളോളം കാത്തുനിന്നിട്ടും നിരാശരായതോടെയാണ് പ്രതിഷേധമുയർന്നത്. ന്യൂസ് ബ്യൂറോ, കായംകുളം. ചെറിയ പെരുന്നാൾ ദിനത്തിലും സജീവമായി സ്ഥാനാർത്ഥികൾ. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി S ജയമോഹനും ഇരവിപുരത്തെ LDF സ്ഥാനാർത്ഥി M നൌഷാദും ആരാധനാലയങ്ങളിലെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. ചെറിയ പെരുന്നാൾ ദിനത്തിൽ LDF സ്ഥാനാർത്ഥി S ജയമോഹൻ ജോനകപ്പുറം വലിയ പള്ളി, മുളങ്കാടകം മാവള്ളി ജുമാ മസ്ജിദ്, മുതിരപ്പറമ്പ് പള്ളി, കർബല ഈദ്ഗാഹ് എന്നിവിടങ്ങളിൽ വിശ്വാസികളോട് വോട്ട് അഭ്യർത്ഥിച്ചു. ചാമക്കട ഹമീദിയ പള്ളിയിലും സ്ഥാനാർത്ഥി സന്ദർശനം നടത്തി. കണ്ടായിരുന്നു നമ്മളവിടെ കണ്ടായിരുന്നു. ഇരവിപുരം മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി M നൌഷാദ് മാടന്നട ഭരണിക്കാവ് ദേവി ക്ഷേത്രത്തിലെ ഉത്സവത്തിനെത്തി വോട്ട് അഭ്യർത്ഥിച്ചു. ഉത്സവത്തിന്റെ ഭാഗമായി നടന്ന സമൂഹ സദ്യയിലും അദ്ദേഹം പങ്കെടുത്തു. പെരുന്നാൾ നമസ്കാര സ്ഥലങ്ങളിലും എത്തി വോട്ട് അഭ്യർത്ഥിച്ചു. LDF പ്രവർത്തകരും സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അലുവ ആദിൽ കൊലപാതക കേസിൽ ഒരാൾ കൂടി പിടിയിൽ. നീണ്ടകര സ്വദേശി അൻഷാദിനെയാണ് അറസ്റ്റ് ചെയ്തത്. പ്രതികൾക്ക് ആവശ്യമായ സഹായം ചെയ്തു നൽകിയത് ഇയാളാണെന്ന് പോലീസ് പറഞ്ഞു. ഗുണ്ട നേതാവ് അലുവ ആദുൽ കൊലക്കേസിലെ ഒരു പ്രതി കൂടിയാണ് പിടിയിലായത്. നീണ്ടകര പുത്തൻതുറ മുക്കോടി കിഴക്കതിൽ 30കാരനായ അൻഷാദാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. കൊലപാതക കേസിലെ പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുകയും മറ്റ് സഹായങ്ങൾ ചെയ്തു നൽകുകയും ചെയ്ത ആളാണ് അൻഷാദെന്ന് പോലീസ് പറഞ്ഞു. അതുലിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷം പ്രതികൾ സഞ്ചരിച്ച ഇന്നോവ കാറിൽ രക്ഷപ്പെട്ട ശേഷം ചവറയിൽ വെച്ച KL 29L4514 നമ്പർ സ്വിഫ്റ്റ് കാറിലേക്ക് മാറിക്കയറിയാണ് രക്ഷപ്പെട്ടത്. പ്രതികൾക്ക് ചവറയിൽ വെച്ച് കാർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ചെയ്തു നൽകിയത് അൻഷാദാണെന്ന് പോലീസ് പറഞ്ഞു. കുറ്റകൃത്യത്തിന് മുമ്പും പ്രതികൾക്ക് സൗകര്യങ്ങൾ ചെയ്തു നൽകിയതും ഗൂഢാലോചനയിലും അൻഷാദ് പങ്കാളിയാണെന്ന് പോലീസ് വ്യക്തമാക്കി. അതുലിനെ കൊലപ്പെടുത്തിയ ശേഷം ചവറയിലെത്തിയ കേസിലെ 4 പ്രതികളെ അൻഷാദ് ചവറയിൽ നിന്നും കാറിൽ കയറ്റി കോട്ടയം മുരുക്കുംവയലിൽ എത്തിച്ചിരുന്നു. മുരുക്കുംവയലിൽ പോലീസ് എത്തിയതോടെ അൻഷാദ് അവിടെ നിന്നും രക്ഷപ്പെട്ടു. സംഭവശേഷം ഇയാൾ ഒളിവിലായിരുന്നു. ജില്ലാ പോലീസ് മേധാവി ഹേമലതയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കരുനാഗപ്പള്ളി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ C ജോണിന്റെ മേൽനോട്ടത്തിൽ SHO പ്രവീണിന്റെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി പോലീസും കൊല്ലം സിറ്റി ഡാൻസ് സ്റ്റാഫും ചേർന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 28 മുതൽ 30 വരെ മലപ്പുറം തിരൂരിൽ നടക്കും. 27-ന് പതാക കൊടിമര ജാഥകൾ ആരംഭിക്കും. 28-ന് സാംസ്കാരിക ഘോഷയാത്രയും 29-30 തീയതികളിൽ പൊതുസമ്മേളനവും നടക്കും. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ 15ാമത് സംസ്ഥാന സമ്മേളനമാണ് 28, 29, 30 തീയതികളിൽ മലപ്പുറം തിരൂരിൽ നടക്കുന്നത്. 26-ന് സെമിനാറുകളോടെയാണ് സമ്മേളനത്തിന് തുടക്കമാവുക. 27-ന് തൃശൂരിൽ നിന്നും പതാക ജാഥയും കണ്ണൂരിൽ നിന്ന് കൊടിമര ജാഥയും ആരംഭിക്കും. 28-ന് സാംസ്കാരിക ഘോഷയാത്ര നടക്കും. ലിങ്ക് റോഡിൽ നിന്നും ആരംഭിക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ സമാപിക്കും. തുടർന്ന് പൊതുസമ്മേളനം, കലാപരിപാടികൾ എന്നിവ നടക്കും. 29, 30 തീയതികളിലാണ് പ്രതിനിധി സമ്മേളനം. ന്യൂസ് ഡെസ്ക്.
പുനലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് സീറ്റ് നൽകാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം നെൽസൺ സെബാസ്റ്റ്യനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെ UDF സ്ഥാനാർത്ഥിയായി നൌഷാദ് യൂനുസ് കുഞ്ഞിനെ ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചു. ഇതേ തുടർന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. കഴിഞ്ഞ 2 ടേമുകളിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ നിന്നും മുസ്ലിം ലീഗ് വൻ പരാജയം നേരിട്ട സാഹചര്യത്തിലാണ് പുനലൂർ നിയോജക മണ്ഡലം കോൺഗ്രസിന് തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടത്. പുനലൂർ നിയോജക മണ്ഡലം കോൺഗ്രസിന് തിരികെ നൽകുകയും ചടയമംഗലം മുസ്ലിം ലീഗ് ഏറ്റെടുക്കുകയും ചെയ്യുമെന്നായിരുന്നു ധാരണ. ഈ ധാരണ പ്രകാരം കോൺഗ്രസ് പുനലൂരിൽ മത്സരിക്കുവാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കിയിരുന്നു. എന്നാൽ സീറ്റ് ധാരണയുടെയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെയും അവസാന ഘട്ടത്തിൽ മുൻ വർഷങ്ങളിലേതുപോലെ പുനലൂർ മണ്ഡലത്തെ കോൺഗ്രസ് നേതൃത്വം തഴയുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് പുനലൂർ അഞ്ചൽ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുകയും പുനലൂർ നഗരസഭയിലെ പ്രതിപക്ഷ നേതാവ് നെൽസൺ സെബാസ്റ്റ്യനെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ പുനലൂർ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി നെൽസൺ സെബാസ്റ്റ്യനും പുനലൂർ അഞ്ചൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളിലെ പ്രവർത്തകരും പുനലൂരിൽ വോട്ട് അഭ്യർത്ഥിച്ച് പ്രകടനം നടത്തി. ജനപ്രിയൻ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മപദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന നിറസാന്നിധ്യമായ ശ്രീ നെൽസൺ സെബാസ്റ്റ്യൻ ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. കഴിഞ്ഞ 50 വർഷക്കാലം ഈ നാടിന്റെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുവാൻ മുൻപന്തിയിൽ നിന്ന രാഷ്ട്രീയ നേതാവ് വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മപദങ്ങളിൽ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടുപിന്നാലെയായി കടന്നു വരുന്നു. നെൽസൺ സെബാസ്റ്റ്യൻ തന്റെ സഹപ്രവർത്തകരുമായി നിങ്ങളെ നേരിൽ കണ്ട അനുഗ്രഹങ്ങൾ ഏറ്റുവാങ്ങുവാൻ ഒരു പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലാത്ത പ്രിയങ്കരനായ ശ്രീ നെൽസൺ സെബാസ്റ്റ്യൻ ഇതാ ഈ വഴിത്താരയിലൂടെ കടന്നു വരുന്നു. കോൺഗ്രസ് ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണെന്നും യാതൊരു കാരണവശാലും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും പിന്മാറില്ലെന്നും നെൽസൺ സെബാസ്റ്റ്യൻ പറഞ്ഞു. കോൺഗ്രസ് നേരെ വേറോട്ടുള്ള മണ്ഡലമാണ് പുനലൂർ. അത് ഘടകകക്ഷികൾ കൊടുത്തു. ഞാൻ ഘടകകക്ഷികളെല്ലാം മാനിക്കുന്നു. കൊടുത്തു, അവർക്ക് 2 വർഷം കൊടുത്തു. വലിയ പരാജയമല്ലേ ഉണ്ടായത്. NK പ്രേമചന്ദ്രൻ 11 വോട്ടിന് ഭൂരിപക്ഷം ഇപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് നിരവധി വാഗ്ദാനങ്ങൾ കിട്ടി. നമ്മുടെ നേതാക്കന്മാർ തന്നെ പറഞ്ഞു, പുനലൂർ മണ്ഡലം ഇനി ഒരാൾ മത്സരിക്കുന്നെങ്കിൽ ഒരു കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി മത്സരിക്കും. ആ വാക്ക് പാലിക്കണ്ടേ? ആ വാക്ക് പാലിക്കാത്തതിനാണ് ഞങ്ങൾ കോൺഗ്രസ് ഐക്യകണ്ഠനെടുത്ത തീരുമാനം. പുനലൂർ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഐക്യകണ്ഠനെടുത്ത തീരുമാനമാണ് ഒരാളെ മത്സരിപ്പിക്കാൻ. അത് ഞാനോ വേറൊരു വ്യക്തിയോ. ഇനി കോൺഗ്രസ് നേതൃത്വം പറയുന്ന നെൽസൺ സെബാസ്റ്റ്യൻ മാറി നിന്ന് വേറൊരു മത്സരം 2 വഴിയോടെ ഞങ്ങൾ സ്വീകരിച്ച് മത്സരിപ്പിക്കും. ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം വേറെ, ഞാൻ വിമത സ്ഥാനാർത്ഥിയല്ല. എന്റെ ശരീരത്തിലോടുന്ന കോൺഗ്രസിന്റെ രക്തമാണ്. ഞാൻ മരിക്കുമ്പോൾ കോൺഗ്രസിന്റെ പതാകയാണ് വേണ്ടത്. ഞാൻ വിമതനല്ല. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുണ്ടോ? ഞാൻ മത്സരിച്ചാൽ ഞാൻ വിമതനാകും. ഞാൻ വിമതനല്ല. ഇവിടെ വിമതനില്ല. ഇത് കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി. കോൺഗ്രസ് പ്രവർത്തകർ ഈ പ്രദേശം, ഈ നാട്ടിലെ, ഈ നിയോജകമണ്ഡലത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തകർ ഐക്യകണ്ഠന തീരുമാനമെടുത്താണ് എന്നെ മത്സരിപ്പിക്കാൻ. അത് ഞാൻ നിറവേറ്റിയിരിക്കും. നിലവിൽ പുനലൂർ നിയോജക മണ്ഡലത്തിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി നൌഷാദ് യൂനുസ് കുഞ്ഞിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി കളത്തിലിറങ്ങിയത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി C അജയപ്രസാദ് 2ാം ഘട്ട പ്രചാരണം ആരംഭിച്ച സാഹചര്യത്തിൽ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയും കടുത്ത സമ്മർദ്ദത്തിലാകും. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ കരുനാഗപ്പള്ളി താലൂക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ദിനാചരണം. ലോക ഉപഭോക്തൃ അവകാശ ദിനം ആചരിച്ചു. കേരള സ്റ്റേറ്റ് കൺസ്യൂമർ കൗൺസിൽ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലാണ് ദിനാചരണം സംഘടിപ്പിച്ചത്. അമേരിക്കൻ പ്രസിഡന്റ് ജോൺ F. കെന്നഡി അവതരിപ്പിച്ച ബില്ലിന്റെ സ്മരണാർത്ഥമാണ് മാർച്ച് 15 ലോക ഉപഭോക്തൃ അവകാശ ദിനമായി ആചരിക്കുന്നത്. കരുനാഗപ്പള്ളി നഗരസഭാ ചെയർമാൻ P. സോമരാജൻ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. മാറ്റിയെടുക്കുവാൻ ഈ നിയമത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അത് തന്നെ ഈ ചൂഷണ വിധേയമായിരിക്കുന്ന നമ്മുടെ ഉപഭോക്താക്കൾ ഒട്ടേറെ ഒരു ആനുകൂല്യം നൽകുന്നു. അതായത് MRP എന്ന് അടിച്ചു വരുന്ന ഒരു സാധനത്തിൽ ആ MRP തന്നെ വാങ്ങിക്കുന്ന കച്ചവടക്കാരാണ് നമുക്കുള്ളത്. എത്രയോ പേര് MRPയേക്കാൾ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റുകൾക്ക് അതിനേക്കാൾ കുറച്ച് നമുക്ക് സാധനം തരാൻ കഴിയുന്നു. ചില്ലറ കച്ചവടത്തിൽ മാക്സിമം റീറ്റെയിൽ പ്രൈസിൽ തന്നെയാണ് സാധനം കൊടുക്കുന്നത്. എത്രയോ വിലയാണ്. സംസ്ഥാന പ്രസിഡന്റ് റിട്ടയർഡ് SP M. മൈദീൻ കുഞ്ഞ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷാജഹാൻ പണിക്കത്ത് ഉപഭോക്തൃ സന്ദേശം നൽകി. താലൂക്ക് പ്രസിഡന്റ് മുനമ്പത്ത് ശിഹാബ്, ഭാരവാഹികളായ VK രാജേന്ദ്രൻ, ഹരികുമാർ,
മുഹമ്മദ് പൈലി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പട്ടിക കൂടി വന്നതോടെ മത്സര ചിത്രം തെളിഞ്ഞു. മുന്നണികൾ പൂർണ്ണമായും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ആവേശത്തിലേക്ക് കടക്കും. 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി കോൺഗ്രസ് പ്രഖ്യാപിച്ചതോടെ UDF ക്യാമ്പിൽ വ്യക്തതയുണ്ടായി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിന്റെ പട്ടിക കൂടി വന്നതോടെയാണ് സംസ്ഥാനത്ത് മത്സര ചിത്രം വ്യക്തമായത്. മുന്നണികൾ വരും ദിവസങ്ങളിൽ പൂർണ്ണമായും തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ആവേശത്തിലേക്ക് എത്തും. കോൺഗ്രസ് 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെയാണ് UDF ക്യാമ്പിൽ വ്യക്തതയുണ്ടായത്. 3 മുന്നണികളും സംസ്ഥാനത്തുടനീളം പ്രചാരണം ശക്തമാക്കിയിട്ടുണ്ട്. MP-മാർ നിയമസഭയിലേക്ക് മത്സരിക്കേണ്ടതില്ലെന്ന ഹൈക്കമാൻഡ് നിലപാടിൽ മാറ്റമില്ലാത്തതോടെ കെ സുധാകരനും അടൂർ പ്രകാശും പട്ടികയിൽ നിന്ന് പുറത്തായി. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ സിറ്റിംഗ് MLA എൽദോസ് കുന്നപ്പള്ളിയെ പെരുമ്പാവൂരിൽ നിന്നും മാറ്റി. പകരം മനോജ് മുത്തേടൻ സ്ഥാനാർത്ഥിയാകും. ജോസഫ് വാദിക്കൻ, പാലോട് രവി, R ചന്ദ്രശേഖരൻ തുടങ്ങിയ പ്രമുഖ നേതാക്കളും ഇത്തവണ UDF പട്ടികയിൽ ഇടം പിടിച്ചില്ല. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യറുടെ പേര് അവസാന നിമിഷം ഒഴിവാക്കി. കടുത്ത തർക്കങ്ങൾക്കൊടുവിൽ കൊച്ചി മണ്ഡലത്തിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനെ സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചു. ചെങ്ങന്നൂരിൽ എബിയ കുര്യാക്കോസ്, പൂഞ്ഞാറിൽ സജി ജോസഫ്, കാഞ്ഞിരപ്പള്ളിയിൽ അഡ്വക്കേറ്റ് റോണി കെ ബേബി എന്നിവർ അപ്രതീക്ഷിത സ്ഥാനാർത്ഥികളായി വന്നതോടെ മത്സരം കടുത്തതായി. നേരത്തെ പ്രഖ്യാപിച്ച 55 പേർക്ക് പുറമെയാണ് കോൺഗ്രസ് 37 പേരുടെ പട്ടിക കഴിഞ്ഞ ദിവസം വൈകി പ്രസിദ്ധീകരിച്ചത്. BJPയും രണ്ടാം പട്ടിക കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു. പ്രമുഖരുടെ കൂട്ടത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. LDFന്റെയും UDFന്റെയും മിക്ക സ്ഥാനാർത്ഥികളും കഴിഞ്ഞ ദിവസം പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന് ഇനി 2 ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത്. ശനി, തിങ്കൾ ദിവസങ്ങളിൽ മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കഴിയുക. തിങ്കളാഴ്ചയാണ് പത്രികാ സമർപ്പണത്തിന്റെ അവസാന തീയതി. ബുധനാഴ്ചയാണ് പത്രികകൾ പിൻവലിക്കാനുള്ള അവസാന തീയതി. ഇതിനുശേഷമായിരിക്കും പ്രചാരണം കൂടുതൽ കൊഴുപ്പാവുക. ന്യൂസ് ഡെസ്ക്. കൊല്ലത്തു നിന്നും കഞ്ചാവുമായി ഒരാൾ പിടിയിൽ. കല്ലുവാതുക്കൽ സ്വദേശി അരുണനാണ് അറസ്റ്റിലായത്. ഇയാളിൽ നിന്നും 16.205 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു. തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ ഡ്രൈവിന്റെയും ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെയും ഭാഗമായി കൊല്ലം എക്സൈസ് നടത്തിയ പരിശോധനയിലാണ് 16.205 കിലോ കഞ്ചാവുമായി യുവാവിനെ പിടികൂടിയത്. കാവനാട് ആൽത്തറമൂട് ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് കൊല്ലം കല്ലുവാതുക്കൽ നടക്കൽ ദേശത്ത് അരുണാലയം വീട്ടിൽ 37-കാരനായ അരുണനെ അറസ്റ്റ് ചെയ്തത്. കൊല്ലം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവിന്റെ മൊത്തവിതരണ കണ്ണികളിൽ അംഗമാണ് ഇയാളെന്ന് എക്സൈസ് പറഞ്ഞു. കൊല്ലം എക്സൈസ് ഇൻസ്പെക്ടർ P. ശങ്കറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. സ്പെഷ്യൽ ഷാഡോ ടീം അംഗങ്ങളായ CEO S. സാലിം, TS. സൂരജ്, പ്രിവന്റീവ് ഓഫീസർ ഗ്രേഡ് ഷെഫീഖ് ബി, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് S. ബിനുലാൽ, S. അനിൽകുമാർ, CEO ഡ്രൈവർ സന്തോഷ് കുമാർ ജി എന്നിവർ പരിശോധനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് പൊട്ടിയിട്ട് ഒരാഴ്ച. പരാതി നൽകിയിട്ടും നടപടിയെടുക്കാതെ അധികൃതർ. കരുനാഗപ്പള്ളി മാലുമേൽ അരമത്തുമഠം റോഡിലാണ് പൈപ്പ് പൊട്ടിയത്. കരുനാഗപ്പള്ളി മാലുമേൽ അരമത്തുമഠം റോഡിൽ ഖാദി കൈത്തറി സ്ഥാപനത്തിന് സമീപമാണ് ഒരാഴ്ചയായി പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ നൽകിയിട്ടും വാട്ടർ അതോറിറ്റി അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു. റോഡ് പണി നടന്ന സമയത്ത് പൊട്ടിയതായിരിക്കും, അതല്ലാതെ വേറെ അതിന് മുമ്പ് ഒരു കുഴപ്പങ്ങളൊന്നുമില്ലായിരുന്നു. അന്നേരം ഇത് പിറ്റേ ദിവസം, അന്ന് പറഞ്ഞില്ല, പിറ്റേ ദിവസം രണ്ടിടത്ത് പൊട്ടിയിട്ടുണ്ട്. പിറ്റേ ദിവസം ഞാൻ വിളിച്ച് ഇതുപോലെ കംപ്ലയിൻറ്റ് ചെയ്ത് അടുത്ത വീട്ടിൽ നിന്ന്, അതിന് പരിഹാരം ഇല്ലാത്തതുകൊണ്ട് അടുത്ത വീട്ടിൽ നിന്ന് ഒരാൾ വിളിച്ച് പരാതി ചെയ്ത്, പിന്നെ വേറൊരാൾ വിളിച്ച്, ഞങ്ങൾ 3 പേര്, എനിക്ക് അറിയാവുന്ന 3 പേര് വിളിച്ചത് കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയ്ക്കും ഇതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. കുടിവെള്ളക്ഷാമമുണ്ട്. കുടിവെള്ള ലൈനിലൊന്നും മേളിലോട്ട് കയറ്റമായതുകൊണ്ട് വെള്ളം കയറുന്നില്ല. ആ സമയത്താണ് ഈ പൈപ്പിലെ പൊട്ടി ഇങ്ങനെ ഒരാഴ്ചത്തിനോ 5 ദിവസം 6 ദിവസത്തോളമായി പൈപ്പ് പൊട്ടി ഇങ്ങനെ വെള്ളം ഒഴുകി പോയിക്കൊണ്ടിരിക്കുക. ഇതിനൊരു പരിഹാരം ഇതുവരെയ്ക്കും ഉണ്ടായിട്ടില്ല. ചവറയിലെ വാട്ടർ അതോറിറ്റി ഓഫീസിലും ഹെഡ് ഓഫീസിലെ ടോൾ ഫ്രീ നമ്പറിലും പ്രദേശവാസികൾ പരാതി അറിയിച്ചു. കുടിവെള്ളക്ഷാമം രൂക്ഷമായ ഇക്കാലത്ത് ആയിരക്കണക്കിന് ലിറ്റർ ജലമാണ് പാഴാകുന്നത്. റോഡ് വീതി കൂട്ടി ടാർ ചെയ്യുന്നതിനിടയിലാണ് പൈപ്പ് പൊട്ടിയതെന്നാണ് സൂചന. എന്നാൽ പൈപ്പിന്റെ തകരാർ പരിഹരിക്കാൻ യാതൊരുവിധ നടപടികളും ബന്ധപ്പെട്ടവർ സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. വ്രതശുദ്ധിയുടെ പുണ്യവുമായി വിശ്വാസികൾ ചെറിയ പെരുന്നാൾ ആഘോഷിച്ചു. പള്ളികളിലും ഈദ്ഗാഹുകളിലും പെരുന്നാൾ നമസ്കാരം. സ്നേഹത്തിന്റെയും കൂടിച്ചേരലുകളുടെയും ആഘോഷമായി ചെറിയ പെരുന്നാൾ.
നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസ് പട്ടിക കൂടി വന്നതോടെ മത്സര ചിത്രം തെളിഞ്ഞു. മുന്നണികൾ പൂർണ്ണമായും വരും ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പിന്റെ ആവേശത്തിലേക്ക്. പത്രികാ സമർപ്പണം തിങ്കളാഴ്ച സമാപിക്കും. പുനലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസിന് സീറ്റില്ല. പ്രതിഷേധവുമായി കോൺഗ്രസ് പ്രവർത്തകർ. പ്രാദേശിക കോൺഗ്രസ് നേതൃത്വം നെൽസൺ സെബാസ്റ്റ്യനെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. നൌഷാദ് യൂനുസ് കുഞ്ഞിനെ ലീഗ് നേതൃത്വം പ്രഖ്യാപിച്ചതാണ് പ്രതിഷേധത്തിന് കാരണം. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം 28 മുതൽ 30 വരെ മലപ്പുറം തിരൂരിൽ. 27-ന് പതാക കൊടിമര ജാഥകൾ, 28-ന് സാംസ്കാരിക ഘോഷയാത്ര, 29, 30 തീയതികളിൽ പൊതുസമ്മേളനം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.